ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് എൻവയോൺമെന്റ് സയൻസിനകത്തുള്ള പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും LDCക്കും എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയുമുള്ള കൺവെൻഷൻസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് പാർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇന്നത്തെ വീഡിയോയുടെ ഫസ്റ്റ് വൺ റോട്ടർഡാം കൺവെൻഷൻ ആണ്. എന്താണ് റോട്ടർഡാം കൺവെൻഷൻ എന്താണെന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വൈസ് നോക്കാം. ദ റോട്ടർഡാം കൺവെൻഷൻ, അതായത് ഫോർമലി അതിനെ അറിയപ്പെടുന്നത് ദ റോട്ടർഡാം കൺവെൻഷൻ ഓൺ ദി പ്രയർ ഇൻഫോംഡ് കൺസെന്റ് പ്രൊസീജിയർ ഫോർ സർട്ടൻ ഹസാർഡസ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് എന്നാണ്. ഇത് ഒപ്പുവെച്ച വർഷം 1998. അപ്പം റോട്ടർഡാം കൺവെൻഷൻ എന്താണ്? ഈ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒക്കെ ഇന്റർനാഷണൽ ട്രേഡിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട്, അപ്പം പെസ്റ്റിസൈഡ്സിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. 1998 ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടിലാറ്ററൽ ട്രീറ്റി ആണെന്നൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ അപകടകരമായ കെമിക്കൽസിനെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺവെൻഷനാണ് റോട്ടർഡാം കൺവെൻഷൻ. ഇത് ഒപ്പുവെച്ചത് 98 എഫക്റ്റീവ് ആയി തുടങ്ങിയത് അല്ലെങ്കിൽ ഫോഴ്സിൽ വന്നു തുടങ്ങിയത് 2004 മുതലാണെന്നൂടെ ഓർത്തു വെച്ചേക്കുക. It covers pesticides and industrial chemicals that have been banned or severely restricted for health or environment reasons by parties and which have been notified by parties for inclusion in the PIC procedure. അപ്പോൾ എന്താണ്? പ്രയർ ഇൻഫോംഡ് കൺസെന്റ് പ്രൊസീജിയർ ബേസിസിൽ ഹെൽത്തിന്, മനുഷ്യന്റെ ഹെൽത്തിനും മൃഗങ്ങളുടെ ഹെൽത്തിനും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ബാൻ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉണ്ടല്ലോ, അത് നോട്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കൺവെൻഷനാണിത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന കെമിക്കൽസും അല്ലെങ്കിൽ ബാൻ ചെയ്തിരിക്കുന്ന കെമിക്കൽസും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ബാധിക്കുന്ന രീതിയിൽ ഇത് പുറത്തോട്ട് വിടരുത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റി. കൺവെൻഷൻ ക്രിയേറ്റ്സ് ലീഗലി ബൈൻഡിംഗ് obligations for the implementation of prior informed consent procedure. It built on the voluntary PIC procedure initiated by UNEP and FAO in 1989 and created in 24 February 2006. അപ്പം അതിനെ പറ്റിയിട്ട്, അതായത് PIC എന്ന് പറഞ്ഞാൽ പ്രയർ ഇൻഫോംഡ് കൺസെന്റ് പ്രൊസീജിയർ എന്നാണ് PICയുടെ മീനിങ്. ഇത് ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് UNEPയും FAOയും കൂടെ ചേർന്നിട്ടാണ് 1989. ദെൻ ഇത് 24 ഫെബ്രുവരി 2006 വരെയാണ് നിലവിലുണ്ടായിരുന്നത്. ഇത്രയും പോയിന്റ്സ് ഇതിനെ പറ്റിയിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ആളെ നോക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എർത്ത് സബ്മിറ്റ്, അല്ലേ? എർത്ത് സബ്മിറ്റ് എന്നറിയപ്പെടുന്ന 1992 യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്പ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റിനകത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ എർത്ത് സബ്മിറ്റിനെ പറ്റിയിട്ടുള്ളത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി വയ്ക്കാം. ഇൻ കണ്ടിന്യൂഷൻ ഓഫ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ 1972 പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നൈറോബി ഡിക്ലറേഷൻ 1982. അപ്പം സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനും നൈറോബി ഡിക്ലറേഷനും ശേഷം ദ തേർഡ് മേജർ ഡിക്ലറേഷൻ വാസ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ ഇൻ ബ്രസീൽ ഇൻ ദ ഇയർ ഓഫ് 1992. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ എർത്ത് സമ്മിറ്റ് നടന്നത്? റിയോ ഡി ജനീറോ, ബ്രസീലിൽ വെച്ചിട്ട് 1992. ഹെൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് റിയോ ഡിക്ലറേഷൻ ആൻഡ് അറ്റൻഡഡ് ബൈ ഓവർ 150 countries. 150 രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ വെൽ നോൺ ആസ് എർത്ത് സമ്മിറ്റ്. അപ്പോൾ എർത്ത് സമ്മിറ്റ് എന്നറിയപ്പെടുന്നത് ബ്രസീലിൽ നടന്ന 1992 ഒരു കൺവെൻഷൻ ആണ്, അല്ലെങ്കിൽ കോൺഫറൻസ് ആയിരുന്നു. ഇറ്റ് ഡിസ്കസ് ഗ്ലോബൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വെരി വൈഡ്ലി, അതായത് മൊത്തത്തിൽ ഗ്ലോബൽ എൻവയോൺമെന്റ് പ്രോബ്ലംസ് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത ഒരു കോൺഫറൻസ് ആയിരുന്നു ഇത്. ഇറ്റ് വാസ് ദി ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ്. നോക്കി വെക്കാം, ഏറ്റവും ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു ഇത് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് പാർലമെന്റ് ഓഫ് ദി പ്ലാനറ്റ്. പാർലമെന്റ് ഓഫ് ദി പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഏത് കോൺഫറൻസ് ആണ്? എർത്ത് സമ്മിറ്റ് 1992. എവിടെ വെച്ചാണ് നടന്നത്? റിയോ ഡി ജനീറോ ഇൻ ബ്രസീൽ. മറന്നു പോകത്തില്ലല്ലോ. റിയോ ഡിക്ലറേഷൻ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബ്രോഡ് പ്രിൻസിപ്പിൾ ഈസ് ഗൈഡ് നാഷണൽ കണ്ടക്ട് ഓൺ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്.
അജണ്ട 21 എന്ന് പറയുന്നത് എ മാസീവ് ഡോക്യുമെന്റ് കണ്ടെയ്നിങ് എ ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ അതിന്റെ അജണ്ട 21 എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് പറയുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഗലി നോൺ ബൈൻഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോറസ്ട്രി, കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫോറസ്ട്രിയുടെ നോൺ ബൈൻഡിംഗ് പ്രിൻസിപ്പിൾ ലീഗലി അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ട് കൺവെൻഷൻ നടന്നിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിട്ടുകളയാതിരിക്കുക. നെക്സ്റ്റ് ഏറ്റവും നമുക്ക് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. COP3 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 3 ആണ്. UNFCCC സബ്മിറ്റ് 1997 ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവർ, സെക്രട്ടറി അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എല്ലാം പഠിച്ചു വെച്ചോണം. ദ ക്യോട്ടോ പ്രോട്ടോകോൾ വാസ് അഡോപ്റ്റഡ് ഇൻ ക്യോട്ടോ, ജപ്പാൻ ഇൻ 1997. 1997 ക്യോട്ടോയിൽ, ജപ്പാനിലെ ക്യോട്ടോയിൽ അഡോപ്റ്റ് ചെയ്ത ഒരു പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇന്ത്യ റാറ്റിഫൈഡ് ക്യോട്ടോ പ്രോട്ടോകോൾ ഇൻ 2002. ഇമ്പോർട്ടൻ്റ് ആണ്. ദ ക്യോട്ടോ പ്രോട്ടോകോൾ കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഫെബ്രുവരി 2005. അപ്പം ഫോഴ്സിൽ വന്ന വർഷവും നിലവിൽ, അതായത് ഫോഴ്സിൽ വരുന്നതും അല്ലാതെ നിലവിൽ വന്നതും രണ്ടും 2 വർഷമാണ്. ഇപ്പം 192 രാജ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. USA നെവർ റാറ്റിഫൈഡ് ക്യോട്ടോ പ്രോട്ടോകോൾ. നോക്കി വയ്ക്കുക. കാനഡ വിഡ്രോ ചെയ്തത് 2002 ഇതിൽ നിന്നും. ഗോൾ എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിന് അല്ലേ, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറയ്ക്കുക, ഗ്ലോബൽ വാർമിങ്ങിന് എതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. A level that would prevent dangerous anthropogenic interference with the climate system. അതാണ് ശരിക്കും ഗോൾ എന്ന് പറയുന്നത്. Kyoto Protocol aimed to cut emissions of greenhouse gases across the developed world by about 5% by 2012 compared with the 1990 levels. The protocol is based on the principle of common but differentiated responsibility. Kyoto Protocol is the only global treaty with a binding limit on GHG emissions. അപ്പം greenhouse gas emissions-ഉമായിട്ട് ഉള്ള ഒരു ഗ്ലോബൽ ട്രീറ്റിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ്സും അതുപോലെ തന്നെ USA റാറ്റിഫൈ ചെയ്തിട്ടില്ല, കാനഡ വിഡ്രോ ചെയ്ത വർഷം, ഇന്ത്യ റാറ്റിഫൈഡ് ആയ വർഷവും നോക്കി വയ്ക്കുക. നെക്സ്റ്റ് UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC 1992. ഇമ്പോർട്ടൻ്റ് ആണ്. UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ചിനെയാണ് UNFCCC എന്ന് വിളിക്കുന്നത്. 1992 ആണ്. In 1992, countries joined an international treaty, the United Nations Framework Convention on Climate Change, as a framework for international cooperation to combat climate change by limiting average global temperature increase and the resulting climate change and coping with the impact that were by then. അതായത് ക്ലൈമറ്റ് ചേഞ്ച് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലോകത്ത് പല പല വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരുന്നു. അപ്പം 1992 രാജ്യങ്ങളെല്ലാം ചേർന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് നടത്തിയ ഒരു കോൺഫറൻസ് ആണ് എന്താ UNFCCC എന്ന് പറയുന്നത്. ദ പ്രൈമറി ഗോൾ ഓഫ് UNFCCC were to stabilize greenhouse gas emission at levels that would prevent dangerous anthropogenic interference with the global climate. Anthropogenic എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ട് അല്ലെ, മനുഷ്യനെ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻവയോൺമെന്റിന് അങ്ങനെയുള്ളതിനെല്ലാം കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. The convention embraced the principle of common but differentiated responsibility, which has guided the adoption of regulatory structure. India signed the agreement. അത് നോക്കിക്കോണം. ഇന്ത്യ UNFCCCയിലെ എഗ്രിമെന്റ് സൈൻ ചെയ്ത വർഷം 1992 ജൂണിലാണ്, which was ratified in November 1993. As per the convention, the reduction limitation requirement apply only to developed countries. The only reporting obligation for developing countries relate to the construction of GHG inventory. Kyoto Protocol, Paris Agreement are a part of UNFCCC. ആ പോയിന്റ് നോക്കണം. UNFCCCയുടെ പാർട്ടായിട്ട് വന്ന ആളാണ് ആര്? ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെന്റ് 2016 ഒപ്പിട്ട പാരീസ് എഗ്രിമെന്റ്, അതും നോക്കിക്കോണം. അപ്പൊ UNFCCC 1992 അതിന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെന്റും. ഇന്ത്യ സൈൻ ചെയ്ത വർഷം, റാറ്റിഫൈഡ് ആയിട്ടുള്ള വർഷം. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത 1992 ഉണ്ടായിരുന്ന ഒരു കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഇസ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. എല്ലാ രാജ്യങ്ങളും അല്ലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇസ് എ സ്റ്റെപ്പ് towards conserving biological diversity or biodiversity, the involvement of the entire world. അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറയാം.
Convention on Biological Diversity was opened for the signature at the Earth Summit in Rio de Janeiro in 1992 and entered into effect in 1993. Important point ആണ്. അപ്പോൾ എർത്ത് സമ്മിറ്റിൽ 1992 ഒപ്പിട്ട കാര്യമാണ്. ഇത് എഫക്റ്റിൽ വരുന്നത് 1993 ഏത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. The convention called upon all nations to take appropriate measures for the conservation of biodiversity and sustainable utilization of its benefit. 3 ഗോൾസ് ഉണ്ട്. ഒന്ന്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ കൺസർവേഷൻ അതായത് കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്, അതായത് നാളത്തേക്ക് ബാക്കി വെച്ചിട്ട് വേണം ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ കമ്പോണൻസിനെ യൂസ് ചെയ്യാൻ. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ് അറൈസിംഗ് ഫ്രം ജനറ്റിക് റിസോഴ്സസ്, ഫെയർ ആയിട്ടും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ് ആയിരിക്കണം ജനറ്റിക് റിസോഴ്സസിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം നമ്മൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പറയേണ്ടത് എന്താണ്, കൺവെൻഷൻ ഈസ് ലീഗലി ബൈൻഡിങ് ആണ്. കൺട്രീസ് ദാറ്റ് ജോയിൻ ഇൻ ആർ ഒബ്ലിഗ്ഡ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്സ് പ്രൊവിഷൻസ്, അതായത് ലീഗലി നമ്മൾ ബൈൻഡ് ചെയ്ത് ഒപ്പിട്ടവരെല്ലാം ഇത് നടത്താൻ ബാധ്യസ്ഥരാണ്. 195 യുണൈറ്റഡ് നേഷൻ സ്റ്റേറ്റും യൂറോപ്യൻ യൂണിയൻ ആർ പാർട്ടി ടു ദ കൺവെൻഷൻ. 192 UN സ്റ്റേറ്റ്സും ഉണ്ട്, യൂറോപ്യൻ യൂണിയനും ഉണ്ട് ഈ കൺവെൻഷനകത്ത്. ഓൾ UN മെമ്പർ സ്റ്റേറ്റ്സ് with the exceptions of United States have ratified the treaty. അപ്പോൾ ഇവിടെയും യുണൈറ്റഡ് സ്റ്റേറ്റ് USA റാറ്റിഫൈ ചെയ്തിട്ടില്ല. എല്ലാ UN മെമ്പേഴ്സും ബാക്കി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദെൻ ടെഹ്റാൻ കൺവെൻഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഈ ടെഹ്റാൻ എന്ന് പറയുന്നത് അറിയാലോ ഇറാന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ. ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി നെസസിറ്റി ടു പ്രൊട്ടക്ട് ആൻഡ് ദ പ്രിസർവ് ഓഫ് കാസ്പിയൻ സീ നാച്ചുറൽ റിസോഴ്സസ്. കാസ്പിയൻ സീ എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ കാസ്പിയൻ സീയും നാച്ചുറൽ റിസോഴ്സസും ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന രീതിയിൽ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഒരു കൺവെൻഷനാണ് ടെഹ്റാൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ഗോൾ ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ത്രൂ ഇന്റർനാഷണൽ കോൺഫറൻസ് വാസ് അറ്റ് ദ ഹേർട്ട് ഓഫ് ദി ഇന്റന്റ് ടു ക്രിയേറ്റ് ദ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മറൈൻ എൻവയോൺമെന്റ് ഓഫ് ദി കാസ്പിയൻ സീ, ദ ടെഹ്റാൻ കൺവെൻഷൻ. അപ്പൊ കാസ്പിയൻ സീയുടെ മറൈൻ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺവെൻഷനാണ് ടെഹ്റാൻ കൺവെൻഷൻ എന്ന് ഓർക്കുക. ടെഹ്റാൻ ഇറാനാണ്, ഇറാനിലാണ് കാസ്പിയൻ സീ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇറാൻ മീൻസ് ഇറാന്റെ ആ ഒരു പരിധിയിലാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോണം. ദെൻ നെക്സ്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് ടൈഗർ ഹാബിറ്ററ്റ് കൺസർവേഷൻ പ്രോഗ്രാം. ഇമ്പോർട്ടൻ്റ് ആണ്. 2014 ഈ ടൈഗർ ഹാബിറ്ററ്റ് കൺസർവേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ITHCP ഒരു സ്ട്രാറ്റജിക് ഫണ്ടിംഗ് മെക്കാനിസം ആണ്. ദാറ്റ് എയിംസ് ടു സേവ് ടൈഗേഴ്സ് ഇൻ ദ വൈൽഡ് ദെയർ ഹാബിറ്ററ്റ് ആൻഡ് സപ്പോർട്ട് ടു ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻ കീ ലൊക്കേഷൻ ത്രൂ ഔട്ട് ഏഷ്യ. ഏഷ്യയിൽ നടത്തിയ ഒരു പ്രോഗ്രാമാണിത്. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഹാസ് ഓൾറെഡി ഫെസിലിറ്റേറ്റഡ് 12 പ്രോജക്റ്റ് ഇൻ 6 കൺട്രീസ്. 12 രാജ്യങ്ങളിലാണ് ഈ 12 പ്രോജക്റ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 12 രാജ്യത്തിലെ 6 രാജ്യം. ഒന്ന് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, ഇന്തോനേഷ്യ, നേപ്പാൾ, മ്യാൻമർ. ക്ലിയർ ആണല്ലോ. എന്തിനു വേണ്ടിയിട്ട്? ടൈഗർ മാനേജ്മെന്റ് അല്ലെ, ടൈഗർ കൺസർവേഷൻ ലാൻഡ്സ്കേപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്ലോബൽ ടൈഗർ റിക്കവറി പ്രോഗ്രാം, എ ഗ്ലോബൽ എഫേർട്ട് ടു ഡബിൾ ടൈഗർ നമ്പർ ഇൻ വൈൽഡ് ബൈ 2020, അതായത് 2022 2022 ആകുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ടൈഗറിന്റെ എണ്ണത്തിനെ ഡബിൾ ചെയ്യണം എന്നുള്ള ഗ്ലോബൽ എഫേർട്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ ടൈഗർ റിക്കവറി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇന്റഗ്രേറ്റഡ് ടൈഗർ ഹാബിറ്ററ്റ് കൺസർവേഷൻ പ്രോഗ്രാം ഏഷ്യയിൽ നടക്കുന്നത്. പിടികിട്ടിയല്ലോ. Then Rio 2012 റിയോ ഡി ജനീറോ 1992 അല്ല, അതിൻ്റെ ബാക്കിയായിട്ട് വന്നതാണ്. ഏകദേശം 20 ഇയർ ഫോളോ അപ്പ് എർത്ത് സമ്മിറ്റ് 1992, 10 ഇയർ ഫോളോ അപ്പ് എപ്പോൾ നടന്നു? 2002 നടന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിയോ 2020 അല്ലെ 2012 എർത്ത് സമ്മിറ്റ് 2012 എന്നാണ് അറിയപ്പെടുന്നത്. അതും എവിടെ തന്നെയാണ് നടന്നത്? റിയോ ഡി ജനീറോ ബ്രസീലിൽ തന്നെയായിരുന്നു. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ തേർഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു. എർത്ത് സമ്മിറ്റ് 1992 UN കോൺഫറൻസ് ഓഫ് UNCEDയുടെ ഭാഗമായിട്ടായിരുന്നു. എർത്ത് സമ്മിറ്റ് 2002 എന്താണ് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു അവിടുത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. 2012 അജണ്ട എന്ന് പറയുന്നത് UN കോൺഫറൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണെന്നൂടെ ഓർത്ത് വെച്ചേക്കുക. ദ ലാസ്റ്റ് വൺ ആണ് പാരീസ് എഗ്രിമെന്റ്. അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. 2016 ഇത് ഫോഴ്സിൽ വരുന്നത്. നവംബറിലാണ്. ഏകദേശം 55 രാജ്യങ്ങളാണ് ഇതിനകത്ത് റാറ്റിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. എന്താണ്? ഗ്ലോബൽ റിഡക്ഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടാണ്. അതായത് ഗ്ലോബൽ എഗ്രിമെന്റ് ഓൺ റിഡക്ഷൻ ഓഫ് ക്ലൈമറ്റിക് ചേഞ്ചിന് വേണ്ടിയിട്ട് രാജ്യങ്ങളെല്ലാം കൂടെ നിന്നതാണ് എന്ത് പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ സൈൻ ചെയ്തതും റാറ്റിഫൈ ചെയ്തതും 2016 ഓർത്തിരിക്കുക. 195 രാജ്യങ്ങളാണ് ഈ 2019 വരെ
ഇതിനകത്തുള്ളത് 180+ കൺട്രീസ് ഹാവ് റാറ്റിഫൈഡ്. അതിനകത്ത് 180 രാജ്യങ്ങൾ റാറ്റിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ഇന്ത്യ സൈൻ ചെയ്തതും റാറ്റിഫൈഡ് ആയതും 2016 ആലോചിക്കുക. അപ്പോൾ പാരീസ് എഗ്രിമെന്റ് വർഷം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയുമാണ് മേജറായിട്ട് വരുന്ന എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് വരുന്ന ട്രീറ്റീസ്. ഒരിക്കലും നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. 2 വീഡിയോസും നിങ്ങൾ കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യുന്നവർ നന്നായിട്ട് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.